ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സർവേയിങ് ആണ്. സോ അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQസും എക്സ്പ്ലനേഷൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവാർ ടേപ്പ് ഈസ് മെയ്ഡ് ഓഫ്. സോ ഇൻവാർ ടേപ്പ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെയിൻലി നമ്മൾ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേപ്സ് ഉണ്ട്. ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ് ആൻഡ് ഇൻവാർ ടേപ്പ്. ഇത് എന്ത് മെറ്റീരിയൽ വെച്ചാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ആകുമ്പോൾ ക്ലോത്ത് ഓർ ലിനൻ വെച്ച്, മെറ്റാലിക് മെറ്റൽ വെച്ച്, സ്റ്റീൽ ടേപ്പ് സ്റ്റീൽ. ബട്ട് ഇൻവാർ ടേപ്പ് എന്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവാർ ടേപ്പ് നിക്കലിന്റെയും സ്റ്റീലിന്റെയും ഒരു അലോയ് വെച്ചാണ് ഇൻവാർ ടേപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 36% നിക്കലും 64% സ്റ്റീലുമാണ് അതിലുള്ളത്. നമ്മൾ മെയിൻ ആയിട്ട് ഇൻവാർ ടേപ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയാണോ നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി വേണ്ട വർക്ക് ഉള്ളത് ആ പ്ലേസസിലാണ് നമുക്ക് ഇൻവാർ ടേപ്പ് യൂസ് ചെയ്യാവുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത്, നോർമലി നമുക്കറിയാം ടെമ്പറേച്ചറിന്റെ കൂടുന്നതും കുറയുന്നതും കാരണം ടേപ്പിന്റെ ലെങ്ത് കൂടാനും കുറയാനുമുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഇൻവാർ ടേപ്പ് എന്താണ്, അതിന് വളരെ ചെറിയ തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് ടേപ്പിന്റെ ലെങ്തിൽ വ്യത്യാസം വരുത്തുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻവാർ ടേപ്പ് നമുക്ക് ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കറക്ഷൻ ഓഫ് ദ സാഗീസ്. സോ സാഗ് കറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അഡിറ്റീവ് ആണോ, സബ്ട്രാക്റ്റീവ് ആണോ, സീറോ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അഡിറ്റീവും ചില സമയത്ത് സബ്ട്രാക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സാഗ് കറക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു ലൈൻ ഇതിന്റെ മെഷർമെന്റ് എടുക്കണം. സോ അതിനായിട്ട് ഞാനൊരു ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ എടുക്കും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ലൈനിലോട്ടാണ് മെഷർ ചെയ്യേണ്ടത് അതിലേക്ക് സ്ട്രെച്ച് ചെയ്താണ് പിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടില്ല ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ എങ്കിൽ എന്ത് സംഭവിക്കാം, അവിടെ ഒരു സാഗിങ് ഫോം ചെയ്യാം. ഓക്കെ, ടേപ്പ് ഇങ്ങനെയാണ് ലൂസായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ അവിടെ ഒരു സാഗിങ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ആക്ച്വൽ എത്രയാണോ ഈ ലൈനിന്റെ ലെങ്ത് അതിനെക്കാട്ടും, അതായത് ട്രൂ ലെങ്തിനെക്കാട്ടിലും വേറൊരു വാല്യൂ ആയിരിക്കും നമുക്ക് മെഷേർഡ് ലെങ്ത് എന്ന് കിട്ടുന്നത്. സപ്പോസ് ഈ 20 മീറ്ററിന്റെ ചെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്തത് എങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഇവിടം വരെയുള്ള ലൈൻ എത്തുമ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് കിട്ടി, ലെങ്ത് 20 മീറ്റർ എന്ന് കിട്ടി. പ്ലസ് പിന്നെ ബാക്കി ഇത്രയും പോർഷൻ കൂടി ഉണ്ട്. സപ്പോസ് ഈ പോർഷൻ എന്ന് പറയുന്നത് 2 മീറ്റർ എന്നും കിട്ടിയെന്ന് വിചാരിക്കാം അളന്നപ്പോൾ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 22 മീറ്റർ എന്ന് കിട്ടി. ബട്ട് ആക്ച്വലി ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്, ജസ്റ്റ് അസ്യൂം ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് 20 ആണ്. പക്ഷെ നമുക്ക് മെഷർമെന്റ് ബിക്കോസ് ഓഫ് സാഗിങ് നമ്മളത് കറക്റ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര എന്ന് കിട്ടി, 22 എന്ന് കിട്ടി. അതായത് ഇവിടെ ഒരു എറർ എത്രയാണ് സംഭവിച്ചത്, ഒരു +2ന്റെ എറർ ആണ് സംഭവിച്ചത്. സോ 22ൽ നിന്നും കറക്റ്റ് വാല്യൂ ആയിട്ടുള്ള 20യിലേക്ക് വരാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു -2, അതായത് ഒരു 2 മൈനസ് ചെയ്യാണ് വേണ്ടത്. അതായത് കറക്റ്റ് വാല്യൂയിലേക്ക് എത്താൻ 2 മൈനസ് ചെയ്തു. അതായത് കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. സോ കറക്ഷൻ ഓഫ് സാഗ് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും, സബ്ട്രാക്റ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ഡസ് നോട്ട് ഹാവ് എനി ആംഗിൾസ് ലെസ് ദാൻ. സോ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസിൽ ഏത് ആംഗിളിൽ കുറയാൻ പാടില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനു മുമ്പ് എന്താണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. നോർമലി നമ്മൾ ഒരു പ്ലോട്ട് ഒക്കെ ഉണ്ട്, അതിന്റെ ഏരിയ എല്ലാം ഫൈൻഡ് ഔട്ട്, നോർമലി നമ്മൾ ചെയിൻ സർവേ എല്ലാം ചെയ്യുന്ന സമയത്ത് ആ പ്ലോട്ടിനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആയിട്ടാണ്, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. സോ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ് whose angle lies between 30 degree and 120 degree. 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഇത് ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും 30നും 120ക്കും ഇടയ്ക്കായിരിക്കണം. അതിനെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്നാൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30 ഡിഗ്രിയിൽ കുറവ് അല്ലെങ്കിൽ 120 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ട്രയാങ്കിളിനെ നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ഡസ് നോട്ട് ഹാവ് എനി ആംഗിൾസ് ലെസ് ദാൻ എത്രയിൽ കുറയാൻ പാടില്ല, 30ൽ. ഇവിടെ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ 30 ഉണ്ട്. സോ 30 ഡിഗ്രിയിൽ കുറയാൻ പാടില്ല. 30 ഡിഗ്രി കുറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആവും, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ മെട്രിക് ചെയിൻ നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ റൺ ക്യാൻ ബി. ഒരു മെട്രിക് ചെയിനിൽ
പെർ മീറ്റർ, ഒരു മീറ്ററിൽ എത്ര ലിങ്ക്സ്, നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്? ഒരു ചെയിന്റെ കേസിൽ നമുക്കറിയാം സർക്കുലർ റിങ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ. സോ ഒരു 3 സർക്കുലർ റിങ്സ് ആയിരിക്കും. ഇവിടെ നോക്കാം, 3 സർക്കുലർ റിങ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ 3 സർക്കുലർ റിങ്ങിന്റെ സെന്റർ തൊട്ട് അടുത്ത 3 സർക്കുലർ റിങ്ങിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ 1 ലിങ്ക് എന്ന് പറയുന്നത്. സോ നോർമലി ഒരു മെട്രിക് ചെയിൻ എന്ന് പറയുന്നത്, മെട്രിക് ചെയിൻ നോർമലി 20 മീറ്ററും 30 മീറ്ററും രണ്ട് അളവിനാണുള്ളത്. 20 മീറ്ററിന്റെ ഉണ്ട്, 30 മീറ്ററിന്റെ ഉണ്ട്. സോ 20 മീറ്ററിന്റെ ഒരു മെട്രിക് ചെയിനിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. 30 മീറ്ററിൻ്റെത് 150 ലിങ്ക്സും ആയിരിക്കും ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 1 മീറ്ററിൽ എത്രയായിരിക്കും ഉള്ളത്? 1 മീറ്ററിൽ എത്ര കിട്ടും നമുക്ക്? 1 മീറ്ററിൽ 100/20 ചെയ്ത് നോക്കിയാൽ എത്ര ആൻസർ കിട്ടുന്നത്? 100/20 ചെയ്താൽ നമുക്ക് കിട്ടും നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ എന്ന് പറയുന്നത് 5 ആണെന്ന്. ഓക്കെ, അതേപോലെ ഇവിടെ കുറച്ച് ചെയിൻസ്, ടൈപ്പ് ഓഫ് ചെയിൻസ് കൊടുത്തിട്ടുണ്ട്. മെട്രിക് ചെയിൻ, കട്ടേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ ആൻഡ് റവന്യൂ ചെയിൻ. ഇതിൽ റവന്യൂ ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, കട്ടേഴ്സ് ചെയിൻ അല്ലെങ്കിൽ സർവേസ് ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന്റെ ലെങ്തും നമ്പർ ഓഫ് ലിങ്ക്സും ഓർത്ത് വെച്ചിരിക്കുക. ലെങ്ത് കട്ടേഴ്സ് ചെയിൻ്റെ 66 ഫീറ്റ്, നമ്പർ ഓഫ് ലിങ്ക്സ് 100. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പെർ മീറ്റർ, മെട്രിക് ചെയിൻ്റെ കേസിൽ പെർ മീറ്ററിൽ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ട്? 5 നമ്പർ ഓഫ് ലിങ്ക്സ്. നെക്സ്റ്റ്, എവറി 20 മീറ്റർ ചെയിൻ ഈസ് ആക്യുറേറ്റ് വിത്തിൻ. ഇത് 20 മീറ്റർ ചെയിൻ, അതായത് അതിൽ എത്ര പ്ലസ് ഓർ മൈനസ് എറർ വരെ പോകാം എന്നാണ് ചോദിക്കുന്നത്. അത്രയും നമ്മൾ നെഗ്ലക്ട് ചെയ്യും ആ എറർ. എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദ മാക്സിമം ടോളറൻസ് ഇൻ എ 20 മീറ്റർ ചെയിൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 5ഉം ഒരു 30 മീറ്റർ ചെയിൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 8 mm ആയിരിക്കും. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. 20 മീറ്ററിൻ്റെത് ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 5 mm ഉം 30 മീറ്ററിൻ്റെത് പ്ലസ് ഓർ മൈനസ് 8 mm ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 30 മീറ്റർ ചെയിനെ പറ്റി, 20 മീറ്റർ ചെയിനെ പറ്റിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 5 mm. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ലൈൻ പ്രൊവൈഡഡ് ടു വെരിഫൈ ദ ആക്യുറസി ഓഫ് ദ ഫ്രെയിംവർക്ക് ഈസ് നോൺ ആസ്. നമ്മളൊരു ഫ്രെയിംവർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവേ ലൈന് എന്താണ് പറയുന്നതാണ് ചോദിക്കുന്നത്. സോ അതിനു മുമ്പായിട്ട് ഈ ഫിഗർ നോക്കുക. ഇതെന്ന് പറയുന്നത് സപ്പോസ് ഈ ഒരു ഏരിയയുടെ, ഈ തന്നിരിക്കുന്ന ഏരിയയുടെ പ്ലോട്ടിന്റെ ഏരിയ ആണ് അല്ലെങ്കിൽ അതിന്റെ സർവേ ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ABCD എന്ന് പറയുന്ന 3 പോയിന്റ്സ് കണ്ടല്ലോ. ആ 4 പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ സ്റ്റേഷൻസ് ആണ്. ആ മെയിൻ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ, അതായത് AB, BC, AC, ഈ ലൈൻസ് എല്ലാം എന്താണ് ഇതിനെ പറയുന്നത്? മെയിൻ സർവേ ലൈൻസ് അല്ലെങ്കിൽ സർവേ ലൈൻസ് എന്ന് പറയും ഈ ലൈൻസിനെല്ലാം. സോ എന്താണ് ഒരു ബേസ് ലൈൻ? ബേസ് ലൈൻ എന്ന് വെച്ചാൽ ഈ എത്ര സർവേ ലൈൻസ് ഉണ്ടോ അതിലുള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. മെയിൻ സർവേ ലൈനിലെ ലോങ്ങസ്റ്റ് ലൈനിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ ഇത് മെയിൻ സ്റ്റേഷൻസ് ആണ് ABCD. നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ ഇൻ ബിറ്റ്വീൻ കുറച്ചുകൂടി പോയിന്റ്സ് സെലക്ട് ചെയ്യാറുണ്ട്. അതായത് ഇവിടെ EF, G, H ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. സോ ഈ പോയിന്റ്സിനെ പറയുന്നത് ഈ സ്റ്റേഷൻസ്, ഇത് സ്റ്റേഷൻസ് ആണ്. അപ്പൊ ഈ സ്റ്റേഷൻസിനെ പറയുന്നത് ടൈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേഷൻസ് എന്നാണ്. സോ ഈ പോയിന്റും നമ്മളുടെ മെയിൻ സ്റ്റേഷനിലെ ലൈൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയുന്നത്. മെയിൻ സർവേ ലൈനിലോട്ട് ഈ ടൈസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേഷനിലേക്ക് വരയ്ക്കുന്ന ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈ ലൈൻ എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് ചെക്ക് ലൈൻ ആണ്. ചെക്ക് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആക്യുറസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർവേ ലൈനിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ലൈൻ. അടുത്തത്, the length of a line measured with a 20 meter chain was found to be 250 meter. Calculate the true length of the line if the chain was 10 centimeter too long. അതായത് നമ്മൾ 20 മീറ്റർ ചെയിൻ വെച്ച് ഒരു ലൈനിന്റെ മെഷർമെന്റ് എടുത്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 250 മീറ്റർ എന്ന് കിട്ടി. പക്ഷേ എന്ത് സംഭവിച്ചു? ആ 20 മീറ്റർ ചെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് 20 മീറ്റർ ആയിരുന്നില്ല, 20 പ്ലസ് ഒരു 10 സെന്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ 250 എന്ന് പറയുന്നത് റോങ് ആയിരിക്കും.
അപ്പോൾ അതിന്റെ യഥാർത്ഥ ട്രൂ ലെങ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് ഈക്വൽ ടു എൽ ഡാഷ് ബൈ എൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത്. എന്താണ് എൽ ഡാഷ്? എൽ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത ചെയിന്റെ ലെങ്ത്, അതായത് ഇൻകറക്റ്റ് ലെങ്ത് ആണ് ചെയിൻ. നമ്മൾ 20 എന്ന് വിചാരിച്ച് 20 + 10 സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്തത്. ആ ഇൻകറക്റ്റ് ലെങ്ത് ആണ് എൽ ഡാഷ്. എൽ എന്ന് പറയുന്നത് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ചെയിൻ ആണ് ഇൻറ്റു മെഷേർഡ് ലെങ്ത്. ആ ചെയിൻ ഉപയോഗിച്ച് എത്രയാണോ മെഷർ ചെയ്ത് ആ ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് ആ ട്രൂ ലെങ്ത് കിട്ടും. സോ ഇവിടുത്തെ കേസിൽ എന്താണ് നമ്മളുടെ മെഷേർഡ് ലെങ്ത്? മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. അതിനെ ഞാൻ ക്യാപിറ്റൽ എൽ ഡാഷ് എന്ന് എടുത്തു, 250. അടുത്തത് ട്രൂ ലെങ്ത് ഓഫ് ദ ചെയിൻ എത്രയാണ്? നമ്മുടെ ആക്ച്വൽ ലെങ്ത് ഓഫ് ചെയിൻ 20 മീറ്റർ ആണ്. സോ എൽ ഈസ് 20 മീറ്റർ. വാട്ട് ഈസ് ദ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ? 20 + 10 സെന്റിമീറ്റർ. അതായത് 20 + 10 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്തു മീറ്ററിലേക്ക്. സോ ആൻസർ എത്ര കിട്ടി? 20.1 മീറ്റർ ആണ് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. സോ ട്രൂ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? മെഷേർഡ് ലെങ്ത് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് chain divided by true length of chain, that is 250 into 20.1 divided by 20. So answer എന്ന് പറയുന്നത് 251.25. ഇതാണ് ആൻസർ. സെയിം രീതിയിൽ ട്രൂ ഏരിയയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്, ട്രൂ വോളിയവും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം north 25 degree 15 minutes east corresponds to. Okay, first of all നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്ത് സിസ്റ്റം ആണെന്ന് നോക്കണം. എന്ത് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്? തന്നിരിക്കുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം ആണ്. എന്താണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം? അതായത് ഈ ക്വാഡ്രന്റ് വെച്ചിട്ട്, അതായത് നോർത്ത് സപ്പോസ് 5 ആണ് ഇവിടുത്തെ ആംഗിൾ എങ്കിൽ നോർത്ത് 5 ഈസ്റ്റ് എന്ന് ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം ആണ്. സോ ഈ റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റത്തിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ ഫിഗർ നോക്കുക. ഇതിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റവും തന്നിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ബിയറിംഗ് തന്നിട്ടുണ്ട്. ഓഫ് എ ലൈൻ, സപ്പോസ് ഇത് O ആണെങ്കിൽ ലൈൻ OB, ഈ OBയുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഹോൾ സർക്കിൾ ബിയറിംഗിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് നോർത്തിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുന്നത്. നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗിൽ മെഷർമെന്റ് നടത്താറുള്ളൂ. ഓക്കെ, നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് നമ്മൾ നോർത്തിൽ നിന്നും മെഷർ ചെയ്യാറുണ്ട്, സൗത്തിൽ നിന്നും മെഷർ ചെയ്യാറുണ്ട്, ആന്റി ക്ലോക്ക് വൈസും മെഷർ ചെയ്യാറുണ്ട്, ക്ലോക്ക് വൈസും മെഷർ ചെയ്യാറുണ്ട്. ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈൻ, നമ്മുടെ ഈ OB ലൈൻ എന്ന് പറയുന്നത് നിയർ ടു നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഈ ലൈൻ ഇപ്പൊ ഇവിടെയാണ് വരുന്നത്, ഇതിന് നിയർ ടു എന്താണ്? സൗത്ത് ആണുള്ളത്. അത് സൗത്തിൽ നിന്ന് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് വരച്ചു. ഇതാണ് ഇതിന്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്തു, ഇവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്തു, അതായത് സെയിം ലൈൻ ഇവിടെയും ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ഹോൾ സർക്കിൾ ബിയറിംഗ് എവിടെ നിന്നായിരിക്കും മെഷർമെന്റ്? നോർത്തിൽ നിന്നും ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇതാണ് നമ്മളുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് ദ ലൈൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് പറഞ്ഞു, ലൈനിന്റെ തൊട്ടടുത്ത് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് നോക്കുക. ഇവിടെ ലൈനിന്റെ തൊട്ടടുത്ത് എന്താണ്? നോർത്ത് ആണ്. സോ നോർത്തിൽ നിന്നും ലൈനിലേക്ക്, ദാറ്റ് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മെഷർ ചെയ്തു. സെയിം ഇവിടെ ആയിരുന്നു ലൈനെങ്കിൽ ഇത് എവിടുന്ന് മെഷർ ചെയ്തേനെ? സൗത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇവിടെയാണെങ്കിൽ സൗത്തിൽ നിന്നും സോറി ഇതിന്റെ ഇവിടെയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറഞ്ഞു ഹോൾ സർക്കിൾ ബിയറിംഗിൽ ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഹോൾ സർക്കിൾ ബിയറിംഗും റെഡ്യൂസ്ഡ് ബിയറിംഗും തമ്മിലുള്ളത്. ഇനി നമ്മളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൺവേർട്ട് ചെയ്യാനാണ്. ഹോൾ സർക്കിൾ ബിയറിംഗിന് റെഡ്യൂസ്ഡ് ബിയറിംഗിലേക്ക് ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് 25 ഡിഗ്രി, അതായത് ക്വാഡ്രന്റ് എവിടെ വരും? നോർത്ത് ഈസ്റ്റ് 25 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഡ്രോ ചെയ്യാം. നോർത്ത് ഈസ്റ്റ് 25 ഡിഗ്രിയിൽ, അതായത് നോർത്തിൽ നിന്ന് നമ്മൾ വരച്ചു. ഇതാണ് നമ്മുടെ 25 ഡിഗ്രി
15 minutes in the case of reduced bearing. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യണം ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക്. സോ സെയിം ലൈൻ ഇവിടെ വരും. നമുക്കറിയാം എപ്പോഴും ഹോൾ സർക്കിൾ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. സോ സെയിം ആംഗിൾ അല്ലേ വരുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല. സോ ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, 25 ഡിഗ്രി 15 മിനിറ്റ്സ്. സപ്പോസ് ജസ്റ്റ് ഇമാജിൻ നമ്മളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലൈൻ ഇവിടെയായിരുന്നു, അതായത് സൗത്ത് ഈസ്റ്റിലായിരുന്നു തന്നിരിക്കുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാം? അതായത് നമ്മുടെ ലൈൻ ഇതായിരുന്നെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്ക് ഏത് ആംഗിൾ ആണ് വേണ്ടത്? ഈ ആംഗിൾ ആണ് വേണ്ടത്. ഇത് എങ്ങനെ കിട്ടും? കാരണം നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതിൽ നമ്മളുടെ കയ്യിൽ ഈ ഒരു വാല്യൂ ഉണ്ട്. സോ അത് മൈനസ് ചെയ്താൽ നമുക്ക് ഇത്രയും കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 180 മൈനസ് 5 എന്ന്. ടോട്ടൽ 180, അതിൽ നിന്നും ഈ 5 മൈനസ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതേപോലെ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഫിഗർ ഒന്ന് വരച്ചൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പസ് ഗ്രാജുവേഷൻസ് ആർ എൻഗ്രാവ്ഡ് ഇൻവേർട്ടഡ്? ഏതിലാണ് ഇൻവേർട്ടഡ് ആയിട്ട് റീഡിങ്സ് ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇവിടെ ഫിഗറിൽ ഞാൻ പ്രിസ്മാറ്റിക് കോമ്പസും സർവേസ് കോമ്പസും തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി പ്രിസ്മാറ്റിക് കോമ്പസിലാണ് റീഡിങ്സ് ഇൻവേർട്ടഡ് പൊസിഷനിൽ തന്നിരിക്കുന്നത്. കാരണം നമ്മൾ റീഡിങ്സ് വായിക്കുന്നത് എപ്പോഴും ഒരു പ്രിസം യൂസ് ചെയ്തിട്ടായിരിക്കും. സോ പ്രിസത്തിൽ കൂടെ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടത് റീഡിങ്സ് വരും. അല്ലാത്ത സമയത്ത് ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻവേർട്ടഡ് പൊസിഷൻസിലായിരിക്കും റീഡിങ്സ് മെഷർ ചെയ്തിരിക്കുന്നത്. പക്ഷെ സർവേസ് കോമ്പസിൽ റീഡിങ്സ് നോർമലി തന്നെയായിരിക്കും. കാരണം നമ്മൾ നോർമൽ ക്രോസ് ഹെയറിൽ കൂടെയാണ് ഇതിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റീഡിങ്സ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹോൾ സർക്കിൾ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്? WCB, ദാറ്റ് ഈസ് ഹോൾ സർക്കിൾ ബിയറിംഗിന്റെ ബേസിസിലാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. അതേപോലെ സർവേസ് കോമ്പസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗിന്റെ ബേസിസിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തത്, which line passes through a point such that the plane passing that point and the north and the south intersects with the surface of the earth? So നോർത്തും സൗത്തും, നോർത്ത് പോളും സൗത്ത് പോളും കണക്ട് ചെയ്തിട്ട് സർഫസ് ഓഫ് ദ എർത്തിലെ പോയിന്റ് കൂടി കണക്ട് ചെയ്ത് പോകുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നോർത്ത് പോൾ ഉണ്ട്, ഇതാണ് സൗത്ത് പോൾ. ഈ നോർത്ത് പോളും സൗത്ത് പോളും കണക്ട് ചെയ്ത് ഒരു എർത്ത് സർഫസിലുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ട്രൂ മെറിഡിയൻ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ മെറിഡിയൻ ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയനെ കുറിച്ച് പറയുന്നുണ്ട്. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് നമ്മളൊരു നീഡിലിനെ, ഒരു മാഗ്നറ്റിക് നീഡിലിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തു, അതിൻ്റെ അകത്ത് വേറെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അത് ഏത് ഡയറക്ഷനാണോ ഷോ ചെയ്യുന്നത് അത് ആ ഡയറക്ഷനാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് മെറിഡിയൻ എന്ന്. സോ ഇവിടുത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് നോർത്ത് പോളും സൗത്ത് പോളും കണക്ട് ചെയ്ത് എർത്തിന്റെ സർഫസിലെ പോയിന്റ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ട്രൂ മെറിഡിയൻ. നെക്സ്റ്റ്, the magnetic bearing of a line is 48 degree 24 minutes. Calculate the true bearing if the magnetic declination is 5 degree 38 second east. So എന്താണ് ക്വസ്റ്റ്യൻ? മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട് ഒരു ലൈനിന്റെ 48 degree 24 minutes എന്ന്. നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ട്രൂ ബിയറിംഗ് ഇഫ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 5 degree 38 minute east. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നാണ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ട്രൂ മെറിഡിയന്റെയും മാഗ്നറ്റിക് മെറിഡിയന്റെയും ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. മെയിൻലി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡിക്ലിനേഷൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഡിക്ലിനേഷൻ എന്ന് പറയും. പോസിറ്റീവ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഡിക്ലിനേഷൻ, നെഗറ്റീവ് ഡിക്ലിനേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിക്ലിനേഷൻ എന്ന് പറയും. അതായത് ട്രൂ മെറിഡിയന്റെ ഈസ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിലോട്ടാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഷിഫ്റ്റ് ആയിരിക്കുന്നതെങ്കിൽ, അവിടെയാണ് ഡിക്ലിനേഷൻ എങ്കിൽ അത് ഒരു ഈസ്റ്റേൺ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഡിക്ലിനേഷൻ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ഡിക്ലിനേഷൻ എന്ന് പറയാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഡിക്ലിനേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിക്ലിനേഷൻ എന്നും പറയാം.
ഇവിടെ നമുക്ക് ട്രൂ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ ബിയറിംഗ് ഈസ് ദ സം ഓഫ് മാഗ്നറ്റിക് ബിയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇവിടെ തീരുമാനിക്കുന്നത് ആക്ച്വലി പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി 38 മിനിറ്റ്സ് ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഈസ്റ്റ് ആണ്, ഈസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു പോസിറ്റീവ് ഡിക്ലിനേഷൻ ആണെന്ന്. സോ നമുക്ക് ആൻസർ എന്ത് ചെയ്യണം, 48 ഡിഗ്രി 28 മിനിറ്റ്സ് പ്ലസ് 5 ഡിഗ്രി 38. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഈസ്റ്റ് അല്ല വെസ്റ്റ് ആയിരുന്നു തന്നിരുന്നെങ്കിൽ എന്ത് വന്നേനെ, 48 ഡിഗ്രി 24 മിനിറ്റ്സ് എന്തെന്ന് വന്നേനെ, മൈനസ് 5 ഡിഗ്രി 38 മിനിറ്റ്സ്. അതായത് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി മാഗ്നറ്റിക് ബിയറിംഗിന്റെ കൂടെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ പ്ലസ് ചെയ്യുക. അതല്ല വെസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗിന്റെ കൂടെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ മൈനസ് ചെയ്യുക. നമുക്ക് ട്രൂ ബിയറിംഗ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പർ ഓഫ് ആരോസ് ആർ റിക്വയർഡ് ഫോർ ചെയിൻ സർവേയിങ് വിത്ത് 20 മീറ്റർ ചെയിൻ. സോ 20 മീറ്റർ ചെയിൻ അല്ലെങ്കിൽ ചെയിൻ സർവേയിൽ എത്ര നമ്പർ ഓഫ് ആരോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആരോസ്? ആരോസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇതാണ് ആരോ എന്ന് പറയുന്നത്. ആരോസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ലൈൻ്റെ മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് ചെയിൻ യൂസ് ചെയ്ത് മെഷർമെന്റ് ചെയ്യുമ്പോൾ ഒരു ചെയിൻ ലെങ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ലൈൻ, ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്തപ്പോഴത്തേനും ഒരു ചെയിൻ ലെങ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആരോ ഇവിടെ ഫിക്സ് ചെയ്യും. എവിടെയാണോ ചെയിൻ ലെങ്ത് കഴിഞ്ഞത് അവിടെ ഫിക്സ് ചെയ്യും. നെക്സ്റ്റ് ആ ആരോ ഫിക്സ് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ചെയിൻ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ചെയിൻ എൻഡ് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യും എന്ത്, ആരോ ആ പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്യും. സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ യൂസ് ചെയ്യുന്നത്. ആരോസ് എന്ന് പറയുന്നത് ഒരു 4 mm ഡയമീറ്റർ ഉള്ള സ്റ്റീൽ വയേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഷാർപ്പ് ചെയ്തിരിക്കും, കാരണം ഗ്രൗണ്ടിലേക്ക് പെനട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ഷാർപ്പ് ചെയ്തിരിക്കും. ആൻഡ് നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ലൂപ്പായിട്ട് ബെൻഡ് ചെയ്തിരിക്കും. അത് ക്യാരിങ്, നമ്മൾ അത് ക്യാരി ചെയ്യാൻ വേണ്ടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ ആരോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 400 mm ആയിരിക്കും. സോ ഒരു ചെയിൻ സർവേയുടെ സെറ്റിൽ എത്ര നമ്പർ ഓഫ് ആരോസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യാറ്? 10 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യാറ് മെയിൻലി. സോ ഇതോടുകൂടി ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.